ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ത്രെഡ് എലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. കുട്ടികളുടെ എല്ലാ ഉടുപ്പ് തയ്ക്കുമ്പോഴും പിന്നെ സ്ലീവിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തെല്ലാം നമ്മൾ പിടിപ്പിക്കുന്ന ഇത്തരം ഇലാസ്റ്റിക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ത്രെഡ് ഹൗസിൽ നിന്ന് ഇത്തരത്തിലുള്ള എലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നിന്നും ഇങ്ങനെ കുറച്ച് ഊരിയെടുക്കണം. ഇതിനെ കഴി എലാസ്റ്റിക് അല്ലെങ്കിൽ ത്രെഡ് എലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ബണ്ടിലായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈ ഒരു ബണ്ടിലിന് 80 രൂപയാണ് വില വരുന്നത്. ഇതിങ്ങനെ കെട്ട് വീഴാതെ സൂക്ഷിച്ച് ഇതുപോലെ ഊരി എടുത്താൽ നമുക്കിത് അഴിഞ്ഞു പോകാൻ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതുപോലെ ആവശ്യത്തിന് നീളം എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ബോബൻ എടുക്കുക. ബോബനിലേക്ക് നമുക്കിത് ചുറ്റി കൊടുക്കണം. ഒരുപാട് വലിക്കല്, ലൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. നമ്മൾ നൂല് ചുറ്റുന്ന അത്രയും നിറച്ച് ചുറ്റി കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന പോലെ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ബോബൻ്റെ അകത്ത് കറങ്ങി നൂല് പുറത്തോട്ട് വരാനായിട്ട്, ഈ എലാസ്റ്റിക് പുറത്തോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ട് വരും. പഴയ ബോബൻ നിങ്ങൾ ഒഴിവാക്കുന്നതിന് മുമ്പ് അത് ഇതിങ്ങനെ ഒരല്പം ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇവിടെ സ്ക്രൂ അയച്ചു കൊടുത്തിട്ടാണെങ്കിലും ഇതൊന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി പുതിയ ബോബനാണ് ഉപയോഗിക്കുന്നതെങ്കിലും അങ്ങനെ അയച്ചു കൊടുക്കാം. പഴയ ബോബൻ ഇത്തിരി ലൂസായിട്ടിരിക്കുന്നതാണെങ്കിലും നിങ്ങൾ ഒഴിവാക്കുന്നതിന് മുമ്പ് ഇതിനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളുമോ നിങ്ങളെടുത്ത് നോക്കിയേച്ചേ കളയാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വണ്ണം ഉള്ളതായതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് ഇതിലേക്ക് വരാൻ പറ്റുന്ന പോലെയാണോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം സാധാരണ ബോബൻ ഇട്ട് കൊടുക്കുന്ന പോലെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നൂല് വലിച്ചെടുക്കുന്ന പോലെ എലാസ്റ്റിക് വലിച്ച് പുറത്തേക്ക് എടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശത്തൂടെയാണ് വരുന്നത്. അടിയിലാണ് എലാസ്റ്റിക് വരുന്നത്, മേളിലാണ് ത്രെഡ് വരുന്നത്. അപ്പം നല്ല തുണിയിലേക്ക് ചോക്ക് കൊണ്ട് വല്ലതും സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യം ലോക്ക് കൊടുത്തതിന് ശേഷം തയ്ച്ചു തുടങ്ങണം. അവസാനവും ലോക്ക് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ വലിച്ചാൽ മതി. അടുത്ത സ്റ്റിച്ച് വരുന്നത് ഇപ്പോൾ തയ്ച്ചതിൻ്റെ ഒരു പ്രസർ വീതിക്ക് തൊട്ടിപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം കൊടുത്ത ലൈനിൻ്റെ ഒരു പ്രസർ വീതി ഇപ്പുറത്തേക്ക് മാറ്റി നമ്മൾ എത്ര ലെയറാണോ ഇലാസ്റ്റിക് വേണ്ടത് അത്ര ലെയർ നമ്മൾ തയ്ച്ചു കൊടുക്കും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കൊടുത്തിട്ടുള്ളൂ. വേസ്റ്റിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് സ്ലീവിൻ്റെ ഭാഗത്താണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 സ്ലീവിനും ഇത് കൊടുത്തിട്ടുണ്ട്.
ഇത് വരുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ബോബൻ കേസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ബോബൻ കേസ് എടുത്താൽ ഇത് നൂല് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാറ്റാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതിനായിട്ട് നമ്മൾ പഴയ ബോബൻ കേസ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് മാറ്റി വെക്കണം. എന്നിട്ട് സാധാ ബോബൻ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ബോബൻ കേസ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും അതിൻ്റെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ 2 എഡ്ജും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ലോക്ക് ഈ എലാസ്റ്റിക് ഇങ്ങനെ ഊരിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഇലാസ്റ്റിക് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് എവിടെയാണോ ഇലാസ്റ്റിക് വെക്കുന്നത് അതിനനുസരിച്ചാണ്. വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെസ്റ്റിന് അണ്ടർ ബ്രസ്റ്റിന് താഴെയും ഒക്കെ ആയിട്ട് പിടിപ്പിക്കുന്നതിനൊക്കെ കൂടുതൽ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കാറുണ്ട്. പിള്ളേരുടെ ഫ്രോക്കിലാണെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ പിടിപ്പിക്കാറുണ്ട്. ഇവിടെ സ്ലീവിലും വേസ്റ്റിലും പാൻറ്റിൻ്റെ ബോട്ടത്തിലുമാണ് പിടിപ്പിച്ചിരിക്കുന്നത്.